നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോക ഒന്നാം നമ്പർ വിപണി എന്ന ഖ്യാതിയുണ്ട് യുഎസിന്. എന്നാൽ അതൊന്നും യുഎസിനെ രക്ഷിച്ചില്ല എന്ന് വേണം പറയാൻ. ആകെ തകർന്നടിഞ്ഞിരിക്കുകയാണ് യുഎസ് വിപണി. തൊഴിലില്ലാത്തവരുടെ എണ്ണം 30 മില്യൺ പിന്നിട്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. യുഎസിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ പല തൊഴിലാളികളെയും പിരിച്ചുവിടാൻ അമേരിക്കൻ കമ്പനികൾ നിർബന്ധിതരായിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ തൊഴിലാളികളെ ഇത് ശക്തമായി തന്നെ ബാധിക്കും. 3.8 മില്യൺ പേർക്കാണ് കൂടുതലായി യുഎസിൽ കഴിഞ്ഞയാഴ്ച മാത്രം തൊഴിൽ നഷ്ടമായിരിക്കുന്നത്. ട്രംപ് ഇവർക്കായി സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും ആർക്കും ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇവ വിതരണം ചെയ്യുന്നത് എങ്ങനെയെന്ന ആശങ്കയും ഉദ്യോഗസ്ഥരിലുണ്ട്. സംസ്ഥാന സർവീസുകളുടെ ചുമലിലേക്കാണ് ഈ ഭാരം കൂടി ട്രംപ് നൽകിയത്. അത് കാര്യങ്ങൾ കുറച്ചുകൂടി പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. ആഴ്ചയിൽ $600 ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കും. ഇതിലൂടെ പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് വിപണി തുറക്കാനായി ട്രംപ് ധൃതി കൂട്ടുന്നതും. ട്രംപിന് ഇത്തരം വെല്ലുവിളികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടിയാകുമെന്നാണ് സൂചന. യുഎസിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുകയാണ്. ഇത് താഴെ പോകില്ലെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജനങ്ങൾ വിപണി അടച്ചിട്ടതിൽ കടുത്ത ആശങ്കയിലുമാണ്. ഇവർക്ക് പുതിയ തൊഴിൽ എപ്പോൾ ലഭിക്കുമെന്ന് പോലും അറിയാത്ത സാഹചര്യവും. 1930കളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് രാജ്യം നേരിട്ട തൊഴിലില്ലായ്മയേക്കാൾ കൂടുതൽ ഇത്തവണ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. തുടർച്ചയായ 4ാമത്തെ ആഴ്ചയാണ് നിരക്ക് മുകളിലേക്ക് ഉയരുന്നത്. എന്നാൽ താരതമ്യേന നിരക്ക് കുറഞ്ഞു വരുന്നുമുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നത് പോലെയുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുമില്ല. അതേസമയം പലയിടത്തും രേഖപ്പെടുത്താത്ത തൊഴിൽ നഷ്ടങ്ങളുണ്ട്. ഇതുവരെ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിക്കാത്തവരുമുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ ലക്ഷക്കണക്കിനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമില്ല. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ എത്രയോ കൂടുതലാണ് യഥാർത്ഥ കണക്കുകളെന്നാണ്. ഫ്ലോറിഡയിൽ തൊഴിലില്ലായ്മ ആപ്ലിക്കേഷന്റെ കുത്തൊഴുക്കാണുള്ളത്. 1.9 മില്യൺ പേരാണ് ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിച്ചത്. എന്നാൽ 6.5 ലക്ഷത്തോളം പേരെ മാത്രമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇനിയും ലക്ഷക്കണക്കിന് പേരെ ഉൾപ്പെടുത്താനുണ്ട്. രാജ്യത്തെ കുറഞ്ഞ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തൽ നിരക്കാണിത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.